പ്രൈസ് ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണെന്നാണ് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പാട്ടുമുണ്ടല്ലോ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്നുള്ളൊരു ഗാനം പോലുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ല, പുൽത്തൊട്ടിയിലല്ല എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. വളരെ ശ്രദ്ധിക്കണം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന, അതായത് വഴിയമ്പലത്തിലുമല്ല പ്രസവിച്ചത്, ആ വഴിയിൽ എവിടെയോ അല്ലെങ്കിൽ പാറസ്ഥലത്ത് എവിടെയോ ആണ് എന്ത് ചെയ്തേക്കണേ, പ്രസവിച്ചേക്കണേ. എന്നിട്ട് വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ വഴിയമ്പലത്തിൽ എന്താണ്, അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കൊണ്ടേ കിടത്തിയെന്ന. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായോ നിങ്ങൾക്ക്? അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും പുൽത്തൊട്ടിയിലല്ല ജനിച്ചേക്കുന്നത്. അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. ആരോ മുൻപേ പറഞ്ഞു വെച്ച ഒരു കാര്യം ഇന്ന് എല്ലാവരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിന് വഴിയമ്പലത്തിലും സ്ഥലം കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്തേക്കണത്, പുൽത്തൊട്ടിയിൽ കൊണ്ടേ കിടത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത്, ഇവിടെ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അടുത്ത ജാതന്മാരെന്താണ് ഉണ്ടായിട്ടുണ്ട്. ഏകജാതനല്ല. ഏകജാതനാണെങ്കിൽ പിന്നെന്തില്ല, പിന്നെ പുത്രന്മാരില്ല. പക്ഷെ ഏകജാതനായതെപ്പോഴാണ്? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ മരണത്തിലൂടെ യേശുക്രിസ്തുവിന് ആത്മീക മണവാട്ടികൾ ജനിച്ചപ്പോൾ, ആത്മീക സന്തതികൾ ജനിച്ചപ്പോഴാണ് ആ നിലയിൽ യേശുക്രിസ്തു ഏകജാതനായിരുന്നു. പക്ഷേ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അവൻ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ്. അപ്പൊ വളരെ കൃത്യമാണ്. ഇതിനെക്കുറിച്ച് ലൂക്കോസിന്റെ വിശേഷത്തിലും മർക്കോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യാക്കോബ്, യോസെ, ശീമോൻ, യൂദ, പിന്നെ 2 സഹോദരിമാര്, എങ്ങനെയും 6 പേരെങ്കിലും എന്നാണ് ഉള്ളതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഭയങ്കര തർക്കങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിന് എന്താണ്, സഹോദരന്മാരുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, ആ ഭാഗം വിടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ജനിച്ചത് പുൽത്തൊട്ടിയിലുമല്ല, അതേപോലെ വഴിയമ്പലത്തിലുമല്ല, വഴിയിൽ എവിടെയാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ചുള്ള കമന്റുകളൊക്കെ നിങ്ങൾ ഇടണം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.